ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ അഭിമുഖത്തിൽ ഞാൻ ആദ്യമായി ചോദിച്ചത് ഇതായിരുന്നു. അത് ഈ ബൈലോ എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നത്. അവിടെയാണോ പലപ്പോഴും അവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉത്തരം മുട്ടുന്നത്? അത് വളരെ എവിഡന്റ് ആയിരുന്നല്ലോ. അതിനു മുമ്പ് ഞാനും ലിസ്റ്റിനും തമ്മിലുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, News 18 ചാനലുണ്ട്. അത് കേട്ടിരുന്നോ? അതിൽ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ലിസ്റ്റിന് ഉത്തരവില്ല. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷററായിരിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു മെമ്പർക്ക് ആനുവൽ മെമ്പർഷിപ്പ് കിട്ടാൻ എത്ര രൂപ അടയ്ക്കണം? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി അത് സെക്രട്ടറിക്ക് അറിയാമെന്ന. മനസ്സിലായോ? അദ്ദേഹത്തിന് അറിയില്ല. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആനുവൽ മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനെ ഒരു ആനുവൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ ബൈലോയിലുണ്ട്. ബൈലോയിൽ 3000 രൂപ കൊടുത്താൽ ഒരാൾക്ക് ആനുവൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അവരത് നിർത്തലാക്കി. വളരെ കുറച്ചു പേർക്ക് മാത്രം, അന്നത്തെ സമയത്തുണ്ടായിരുന്ന തുടക്കകാലത്തുണ്ടായിരുന്ന കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ലൈഫ് മെമ്പർഷിപ്പ് കിട്ടിയേക്കുന്നത്. വേറെ ആർക്കും ഇല്ല. അത് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലും പുള്ളിക്ക് അറിയില്ല. അങ്ങനെ ഒരു ബേസിക് വിവരം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ സംഘടനയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. അതെന്താ? ഡമ്മികളാണ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നോക്കുമ്പം ശ്രീ സിയാദ് ഖോക്കറും ശ്രീ ജി സുരേഷ് കുമാറും വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രാവശ്യം അവർ കമ്മിറ്റിയിലേക്കാണ് കൊടുത്തേക്കുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അവിടെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷേ ഈ ലിസ്റ്റിനെ പോലുള്ള ഡമ്മികളെ വെച്ച് ആരാണ് ഭരിക്കുന്നത്? സിയാദ് ഖോക്കറിനെ പോലുള്ള ആളുകൾ. അവരവിടെ അഴിമതി നടത്താൻ വേണ്ടി ഇതുപോലുള്ള ഡമ്മികളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇങ്ങനത്തെ ലിസ്റ്റിനെ പോലത്തെ ആളുകളെയാണ് അവിടെ കയറ്റി ഇരുത്തിയേക്കുന്നത്. അവർക്കറിയില്ല, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. എന്താണ് അസോസിയേഷൻ, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ്, എത്രയാണ് ഒരു മെമ്പർ, ഒന്നും അറിയില്ല. അതല്ല, സെക്രട്ടറി പറയുമെന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ മറന്നുപോയെന്ന്, ഒരു ട്രഷറർ പറയാണ് ഞാൻ മറന്നുപോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഫോൺ കോൺവെർസേഷനിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ലിസ്റ്റിന് ഓർമ്മയില്ലേ, ഞാൻ ഓർമ്മിപ്പിച്ച് തരാം എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോന്നും പറയുന്നത്. അവിടെയൊക്കെ ലിസ്റ്റിന് ഉത്തരം മുട്ടുന്നതാണ്, ലിസ്റ്റിന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ആണോ വിജയിപ്പിച്ചിരുത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവരൊക്കെ എങ്ങനെ ജയിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഒരു ജയവും തോൽവിയും ഇല്ല. കാര്യം ഓപ്പോസിറ്റ് നിൽക്കാൻ ആളില്ല. അതായത് ഇതുപോലെ നോമിനേഷനുമായി വരുന്നവരെ തന്നെ ഒതുക്കി മത്സരമില്ലാതെയാണ് ജയിക്കുന്നത്. മനസ്സിലായോ? മത്സരങ്ങൾ ഉണ്ടാവാറില്ല, പ്രത്യേകിച്ച് കീ പോസ്റ്റുകളിലേക്ക്. ഇവരുടെ ആൾക്കാർ മാത്രം നിൽക്കും, വേറെ ആരും നിൽക്കാൻ സമ്മതിക്കില്ല. ആരെങ്കിലും വന്നാൽ തന്നെ അവരോട് പറയും ഇവരുടെ ഒഫീഷ്യൽ പാനൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇട്ട് തരാമെന്ന് പറയും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർ കമ്മിറ്റി കയറി കൂടിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതിൽ അവർ മറ്റൊരിടത്ത് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് അവർ പേടിച്ചിട്ട് ഇവര് എന്ത് ചെയ്യും? കമ്മിറ്റിയിലേക്ക് ഒതുങ്ങും. അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കാൻ ആളില്ലാതെ ഇതുപോലെ ആ സ്ഥാനത്തേക്ക് അങ്ങ് കയറുക ചെയ്യുന്നത്. അത് തന്നെയാണ് ആൻഡോ ജോസഫ് ചെയ്തേക്കുന്നത്, പ്രസിഡന്റ്. എന്തിനാണ് ഈ വലിയ കളികളെല്ലാം നടത്തി, വൻ കളികളായിരുന്നു പുള്ളി ഈ പ്രസിഡന്റ് ആവാൻ വേണ്ടി. ഈ കളികളെല്ലാം നടത്തി പ്രസിഡന്റ് ആയതിനു ശേഷം പുള്ളി ലീവ് എടുത്തു. എന്തിനാ? അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ലീവ് എടുത്ത്? അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സെർവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഉദ്ദേശം അതല്ല എന്നുള്ളത് പുള്ളി ക്ലിയർ ആക്കിയല്ലോ. അതാണല്ലോ എൻ്റെ അർത്ഥം. പുള്ളി ഇന്ന് വരെ അവിടെ ഇതിന് വന്നിട്ടില്ല, ഒരു മീറ്റിങ്ങിലും ഇല്ല, ഒന്നിലും ഇല്ല, പുള്ളി ലീവില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് പുള്ളി കയറിയിരുന്നത്? അതിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ തുറന്നു കാണിക്കും എന്ന് അവർക്ക്, അതിനെ ഭയപ്പെട്ടപ്പോഴാണ് അവരെന്നെ ഭയപ്പെട്ടത്. അപ്പോൾ അവരെന്നെ ഒറ്റപ്പെടുത്താനും ഞാനെന്തോ പ്രശ്നക്കാരിയാണ്, ഞാനെന്തോ മീഡിയ ഫ്രണ്ട്സിയാണെന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു. എനിക്ക് മീഡിയ വരാനും, ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? എനിക്ക് സുഖമായിട്ട് അഭിനയിക്കാമായിരുന്നല്ലോ. ആമേനും ആടും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ. ഇപ്പോഴും എന്നെ ആളുകൾ കാണുമ്പോൾ ചേച്ചി എന്താ അഭിനയിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? എന്തുകൊണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നു? ഓക്കെ, ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാർ മെസ്സേജ് അയക്കും. ഞാൻ എല്ലാ മെസ്സേജും കാണാറുണ്ട്. അതിൻ്റെ ഇടയിൽ തുടങ്ങി, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞില്ലേ. കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് വേറെ ഒരു രീതിയില്ല. ഞാൻ ഒറ്റയ്ക്കായി ഫൈറ്റ് ചെയ്യുന്നത്. വേറെ ആരും, ഒരാളും ധൈര്യത്തോടെ വരാൻ, എന്താ പറയുന്ന, ഇന്നാണ് ഇപ്പം ശശി അയ്യഞ്ചിറ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നും ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങും അതുമായി ബന്ധപ്പെട്ട് പല അഴിമതികളും നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞു.
അപ്പോൾ ഇത്രയും നാളും ഞാൻ നടത്തിയ ഈ ഫൈറ്റ് സത്യമാണെന്ന് കാണിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ പോലെ ധൈര്യമുള്ള ഇനിയും മുന്നിലോട്ട് ആളുകൾ വരും, ഇനി ആളുകൾ വരും. കാര്യം ഇവരെന്നെ എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നു അത്രയും ആളുകൾ വെളിയിലോട്ട് വരും. അവർ ഇത്രയും നാൾ മിണ്ടാതിരുന്ന് പുറകെ കൂടെ ഉള്ള ഓപ്പറേഷൻസ് ആയിരുന്നു. അതായത് മീഡിയക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തോ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ്, സാൻഡ്ര ഇന്നല്ല നാളെ പോവും, അല്ല ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കും, ഞങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അവരാണോ തീരുമാനിക്കേണ്ടത്? ഞാനിവിടെ നിൽക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ ഞാൻ പോവും, അത്രേ ഉള്ളൂ. അത് അവരല്ല തീരുമാനിക്കേണ്ടത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആദ്യം 2016 കണക്ക് പ്രകാരം ഏകദേശം 610 അംഗങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് ഗണ്യമായി കുറഞ്ഞപ്പോൾ ഏകദേശം 310 പേരാണ് KPIയുടെ സംഘടനയിലുള്ളത്. എന്താണ് ഈ കൊഴിഞ്ഞുപോക്കിന്റെ കാരണം? കൊഴിഞ്ഞുപോയതല്ല, പുറത്താക്കിയതാ. അതായത് ചോദ്യം ചോദിക്കുന്നവരെ ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് പുറത്താക്കുക എന്നൊരു രീതിയുണ്ട്. ഞാനും ഷീല കുര്യനും, ഈ ഷീല കുര്യൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിയപ്പോഴേക്കും ഷീല കുര്യന് കിട്ടി ഷോക്കോസ് നോട്ടീസ്. അവർ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നെ അവർ പുറത്താക്കി. ഞാൻ തിരിച്ച് കോടതിയിൽ പോയി തിരിച്ചു കയറി. അതുപോലെ പുറത്താക്കിയവരാണ് ഈ കൂടുതൽ. ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ നമുക്ക് സബ് കോടതിയിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്യാൻ 1.5 ലക്ഷം രൂപ വരും, വക്കീൽ ഫീസും എല്ലാം കൂടെ ചേർത്ത്. അപ്പം ഇതെല്ലാവരെ കൊണ്ട് നടക്കുമോ? ഇത് ഓരോ സിനിമ കഷ്ടപ്പെട്ടായിരിക്കും തിയേറ്ററിൽ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ കേസും ഈ പൈസയുടെ കാര്യം പോട്ടെ, നമ്മൾ ഈ നമ്മുടെ മെന്റൽ നമ്മളെ മാനസികമായി ഇത് എഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ സമയം, നമ്മുടെ എനർജി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്യേണ്ട ടൈമല്ലേ ഇതിനു വേണ്ടി കളയുന്നത്. ഞാനിപ്പം നിലം തൊടാൻ വണ്ണ, മനസ്സിലായോ? അപ്പോൾ പിള്ളേരിപ്പോൾ എന്നോട് പറയാണ്, അമ്മ ഞങ്ങളുടെ കൂടെ കളിക്കാത്തത് എന്താ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാത്തത് എന്താ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുകയാണ്. പിന്നെ അവരൊക്കെ ഇതൊക്കെ ഇടയ്ക്ക് TV-യിലൊക്കെ കാണുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ എന്നാലും എനിക്ക് മെൻ്റലി എനിക്ക് സമാധാനം വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും ഇരിക്കാനും അവരുടെ ഏറ്റവും നല്ല സമയമാണ് അല്ലേ. ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സന്തോഷം എന്താ, അവരുടെ ഹാപ്പിനെസ്സിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. അവർ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ വളർന്നു പോയത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഞാൻ മിസ്സാക്കി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എൻ്റെ നല്ല സമയമാണ് ഞാൻ കളയുന്നതെന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നത് ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണെന്നും അതിലെനിക്ക് നീതി കിട്ടുമെന്നും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി നിൽക്കുന്നത്. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാണ്. അവര് ഭാവിയിൽ അവർക്കെതിരെ ഒരു അന്യായം ഉണ്ടായാൽ അതിനെ തിരിച്ച് ചോദ്യം ചെയ്യണം, ആരെയും ഭയക്കാതെ തിരിച്ച് ചോദ്യം ചെയ്യണം എന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് സാധാരണ എൻ്റെ പിള്ളേർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അതൊന്നും അവരുടെ വിഷയങ്ങളല്ല. സ്ക്രൂട്ടിനിയുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് രാത്രി കയറി വരുമ്പം ഫ്രണ്ടിൽ എനിക്ക് വേണ്ടി നാരങ്ങ വെള്ളമായിട്ട് നിൽക്കുകയാണ്. അപ്പം അവർ തന്നെ ഉണ്ടാക്കി നാരങ്ങ വെള്ളമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ TV-യിൽ, അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, TV-യിൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പ്ലക്കാർഡ് പിടിച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഒരു പ്ലക്കാർഡൊക്കെ തന്നെ ഉണ്ടാക്കി ഇവിടെ നിന്ന് അവർ. അപ്പം അതൊക്കെ കേൾക്കുമ്പം ഒരു സന്തോഷമുണ്ട്. കാര്യം അവർ പിന്നീടാണെങ്കിലും അവർക്കത് മനസ്സിലാവും. ഒരു അനീതി ഉണ്ടായാൽ അതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല പ്രതികരിക്കാൻ. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആര് നമ്മൾക്കെതിരെ വാളും കൊണ്ട് വന്നാലും തോക്കും കൊണ്ട് വന്നാലും എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാലും എഞ്ചും വിരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം VS-നെയൊക്കെ പോലെ ശക്തനായി നിന്നൊരു നേതാവായിരുന്നു. ആരെയും ഭയക്കാതെ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടെ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, എൻ്റെ ശരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഭയക്കാതെ. കാര്യം ഞാൻ ഭയന്നിട്ടുണ്ടെന്നേ, ഞാൻ ഒത്തിരി അവരെ ഭയന്നിട്ടുള്ള ഒരാളാണ്.